ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മാഷിൻ്റെ കാര്യം ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല, നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാൽ. അപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ആക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ഡിസ്ചാർജ് ആവില്ല, ഇന്നൊരു ദിവസം ഇവിടെ ഒബ്സർവേഷനിൽ നിന്നിട്ട് നാളെ രാവിലെ ഡിസ്ചാർജ് ആക്കാം എന്ന് പറഞ്ഞു. കൂടാതെ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണോ എന്ന് കമല ചോദിക്കുമ്പോഴത്തേക്കും ലൈറ്റായിട്ട് എന്തെങ്കിലും കഞ്ഞിയോ ജ്യൂസോ അങ്ങനെയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളാരും ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഇങ്ങനെ ഇവരോട് കാര്യം പറയാം. അപ്പോൾ ഇല്ല, ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നില്ല ഡോക്ടർ, ഞങ്ങൾ പോയിക്കോളാം എന്നുള്ള രീതിയിൽ നമ്മുടെ വിശ്വൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അതും തമിഴിലാണ് അവർ സംസാരിക്കുന്നത്. ആ ഒരു ഇതിൽ ഇവരും ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴാണ് ഇവർക്കൊക്കെ ശ്വാസം നേരെ വീണത്. അപ്പോൾ എന്നാൽ നിങ്ങളെല്ലാവരും പോയിക്കോ, എവിടെയെങ്കിലും മുറി എടുക്കാൻ നോക്ക്, ഞാനിവിടെ ഇരുന്നോളാമെന്ന് കമല പറഞ്ഞു. അന്നേരം അത് വേണ്ട അമ്മ നിൽക്കണ്ടെന്ന് പറഞ്ഞു വിനായകൻ. അപ്പോൾ സാരമില്ല വിനായക എന്ന് പറയുമ്പോൾ പറയുന്നത് കേൾക്കാം, അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്ക് വയ്യാത്തത്, ഇവിടെ കിടക്കാനൊന്നും സൗകര്യമില്ല, അമ്മയ്ക്ക് ബുദ്ധിമുട്ടാകുമെന്നൊക്കെ വിനായകൻ പറഞ്ഞു. ഒരു ദിവസം അച്ഛന് കൂട്ടിരിക്കാനോ എനിക്കോ എന്ന് അമ്മ പറയുമ്പം അതല്ലമ്മേ, വിനായകൻ ചേട്ടൻ പറഞ്ഞതിലും കാര്യമുണ്ടെന്നേ, ഇവിടെ ആണുങ്ങൾ ആരെങ്കിലും നിന്നോളാം, അപ്പോൾ ഞാൻ തന്നെ നിന്നോളാം, വൈകിട്ട് കഞ്ഞി കൊണ്ടുവരുമ്പോൾ മാറാനുള്ള ഡ്രസ്സും കൂടെ കൊണ്ടുവന്നാൽ മതി, നാളെ രാവിലെ നിങ്ങൾ വരുമ്പോഴേക്കും ഞങ്ങൾ ഡിസ്ചാർജ് വാങ്ങി റെഡി ആയിരിക്കാമെന്നൊക്കെ ഇങ്ങനെ വിനായകൻ പറയപ്പോഴത്തേക്കും നന്ദിനി ഇങ്ങനെ നിന്ന് ആലോചിക്കും കേട്ടോ. അപ്പോൾ അത് മതി അമ്മേ, അപ്പോൾ ഏതായാലും അച്ഛനെ ഒന്ന് കണ്ടിട്ട് നമുക്ക് പോകാമെന്ന് ശ്രീജ പറഞ്ഞു. അപ്പോൾ എല്ലാവരെയും കൂടി അവർ കടത്തി വിടുമോ എന്ന് വിശ്വം ചോദിച്ചപ്പോൾ അത് സാരമില്ല, നമുക്ക് പറയാമെന്ന് പറഞ്ഞു. ഒന്ന് മിനിറ്റേന്ന് പറഞ്ഞുകൊണ്ട് വേദ ഇങ്ങനെ സംസാരിക്കാനായിട്ട് പോയി. ചെന്ന് ചോദിച്ചിട്ട് വേദ ഇങ്ങ് വന്നു. അപ്പോൾ നമുക്ക് അച്ഛനെ കാണാമെന്ന് പറഞ്ഞു ഇവരെല്ലാവരും കൂടെ മാഷിനെ കാണാൻ അകത്തേക്ക് ചെല്ലുക. ചെന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടോ, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു, നാളെ പോകാമെന്നും പറഞ്ഞു എന്ന് കമല പറയുമ്പം കുഴപ്പമൊന്നുമില്ലയെന്ന് എനിക്കും അറിയാവുന്ന മാഷു പറയുമോ, പെട്ടെന്ന് ഒന്ന് അപ്സെറ്റ് ആയപ്പോൾ മനസ്സിനെ ഒപ്പം പിടിച്ചു നിൽക്കാനായിട്ട് ശരീരത്തിന് പറ്റിയില്ല, അതിൽ സംഭവിച്ചു പോയതാണെന്ന് പറഞ്ഞു. അപ്പം അതെ, ഒന്നുമില്ലെങ്കിലും നാട്ടിലിത്ര അധ്വാനിക്കുന്ന എൻ്റെ അച്ഛന് ശരീരത്തിന് അതിൻ്റേതായ ബലമൊക്കെ ഉണ്ടാകും, മനസ്സിൻ്റെ ബലക്കുറവിൻ്റെ പ്രശ്നം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങളെക്കാളൊക്കെ ആരോഗ്യം ഞങ്ങളുടെ അച്ഛനുണ്ടല്ലോ എന്ന് വിശ്വൻ അന്നേരം പറയുവാണേ. ആ സമയത്ത് എല്ലാവരും ചിരിച്ച് സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്നാൽ പോയിക്കോളാൻ പറഞ്ഞു. പിന്നെ നാളെ വൈകിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തുമല്ലേ എന്ന് അച്ഛൻ ചോദിച്ചു. അപ്പം അതേ മാഷ് നമ്മളവിടെ എത്തുമെന്ന് പറഞ്ഞു. നാളെ അവിടെ ചെന്ന് എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാകണമെന്ന് സുധാകരൻ മാഷു പറയുക. പിന്നെ എനിക്ക് എല്ലാവരോടുമായിട്ട് ചിലത് സംസാരിക്കാനുണ്ടെന്നും മാഷു പറയണം. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുക കേട്ടോ. വേദ വിശ്വത്തെ നോക്കുന്നു, അതുപോലെ വിക്രത്തെ നോക്കുന്നു. അപ്പോൾ വിക്രം എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞെന്നും അതെനിക്ക് നിങ്ങളോട് എല്ലാവരോടുമായിട്ട് പങ്കുവെക്കണമെന്ന കാര്യവും മാഷു പറയുക. അതിന് നല്ലത് നമ്മുടെ വീട് തന്നെയാണെന്നും സുധാകരൻ മാഷ് ഇങ്ങനെ ഇവരോട് എല്ലാവരോടും പറയുമ്പോൾ വിശ്വനും ശ്രീജയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ്. ആ സമയത്ത് വിനായകൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ പിടയ്ക്കും കേട്ടോ. ഇവിടം വരെ എന്തായാലും വന്നതല്ലേ, കാണാനുള്ളതൊക്കെ എല്ലാവരും പോയി കണ്ട് കേട്ടൊക്കെ പോരെ, എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ നാളെ അങ്ങ് വരില്ലേ, പിന്നെന്താ കുഴപ്പം എന്നൊക്കെ. എന്നാലും മാഷില്ലാതെ ഞങ്ങളെങ്ങനെ പോകുമെന്ന് ചോദിക്കുമ്പോഴാണ് നാളെ ഞാനങ്ങ് വരത്തില്ല, പിന്നെന്താ കുഴപ്പം എന്ന് മാഷ് ഇവരോട് ചോദിക്കുന്നത്. അപ്പോൾ മാഷില്ലാതെ ഞങ്ങളെങ്ങും പോകുന്നില്ല എന്ന് പറഞ്ഞു. നിങ്ങളെല്ലാവരും പോയിക്കോ, ഇവിടെ ആരും വേണ്ടാന്ന് മാഷ് പറയുമ്പോൾ അത് വേണ്ട, വിനായകൻ ഇവിടെ നിന്നോളൂ എന്ന് അമ്മ പറയുക. അന്നേരം ഇങ്ങനെ അച്ഛൻ നോക്കൂ കേട്ടോ വിനായകനെ, എന്താവശ്യം ഉണ്ടെങ്കിലും അച്ഛൻ വിളിച്ചാൽ മതി, ഞാൻ എത്തിക്കോളാമെന്ന് വിക്രം പറഞ്ഞു. അപ്പോൾ ഒന്നുമില്ലടാ, നീ ചെന്ന് ദേ ഇവർക്കൊക്കെ സ്ഥലങ്ങളെല്ലാം കാണിച്ചു കൊടുക്കാൻ അച്ഛൻ വിക്രത്തോട് പറഞ്ഞു. ഞാനിവിടെ കിടക്കുന്നത് കൊണ്ട് ആ ഒരു സന്തോഷം അത് ഇല്ലാണ്ടാവണ്ടെന്ന് മാഷു പറയുക, ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരെയും സുധാകരൻ മാഷ് നിർബന്ധിച്ച് പറഞ്ഞു വിടുവാണ്. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞപ്പം ഈ നന്ദിനി പോയി വിനായകനെ വിളിച്ച് മാറ്റി നിർത്തി സംസാരിക്കും. നാളെ അച്ഛൻ വീട്ടിൽ വന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ കാര്യം ഇതൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ അതെന്താണെന്ന് വല്ല പിടിയുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഇവരുടെ സംസാരം അമ്മ കണ്ടു. നന്ദിനി എന്ന് പറഞ്ഞ് വിളിച്ചു. ദേ വരുന്നമ്മേ, ഇപ്പോൾ വരാം, അമ്മ നടന്നോ, ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഇപ്പോൾ വരാം എന്ന് പറഞ്ഞു. ശരി വിനായക എന്ന് പറഞ്ഞ് അമ്മ അങ്ങ് നടന്നു പോയി. അപ്പോൾ അച്ഛൻ ഇനിയിപ്പം നിങ്ങളെ വല്ല സംശയം കാണുമോ, എന്താ പറഞ്ഞെന്ന് വല്ലതും പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, പറയേണ്ടത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നവൻ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നന്ദിനി അപ്പം അതിൻ്റെ അർത്ഥം പറയാൻ ബാക്കി വെച്ചത് എപ്പോൾ വേണമെങ്കിലും അവൻ പറയുമെന്നുള്ളതല്ലേ എന്ന് നന്ദിനി വിനായകരോട് ചോദിക്കുമ്പം ആ വേദ വിക്രമനെ കൊണ്ട് ശരിക്കും കളിപ്പിക്കുന്നതാണെന്നും അവൾ പറഞ്ഞു കൊടുത്തതുപോലെ ആയിരിക്കും അവൻ അച്ഛനോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക എന്നും നന്ദിനി വിനായകനോട് പറഞ്ഞു. നാളെ വൈകിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അച്ഛൻ ഇത് പറയും, നിങ്ങൾ നാറിപ്പോകും വിനേട്ടാ, ഉറപ്പായിട്ട് നിങ്ങൾ നാറുമെന്ന് നന്ദിനി പറയുമ്പോൾ എടി ഞാനിപ്പോൾ എന്ത് വേണമെന്ന് നീ പറയുന്നതെന്ന് ചോദിച്ചു. വിക്രമന് വേദ പറയുന്നത് പോലെ ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് പോലെ ആയിക്കൂടെ എന്ന് നന്ദിനി ചോദിച്ചു. നീ കാര്യം പറയാൻ പറഞ്ഞു വിനായകൻ. സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾ അച്ഛനോട് പറയണം എന്ന് നന്ദിനി പറഞ്ഞു. ഞാനോ? അല്ല അതെങ്ങനെയാ?
അത് പറഞ്ഞേ പറ്റൂ. കരഞ്ഞ് കാല് പിടിച്ചിട്ടാണെങ്കിലും അത് വീട്ടിൽ ആരും ഇനി അറിയില്ല എന്ന് നിങ്ങൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഉറപ്പും വാങ്ങണമെന്ന് പറഞ്ഞു. എടി അത് മാത്രമല്ല, വേദയും വിക്രവും ഇനി ആരോടും ഇത് പറയില്ല എന്നും അച്ഛനെ കൊണ്ട് ഉറപ്പും വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അതിന് അച്ഛനത് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പം നിങ്ങളത് ചെയ്യിപ്പിക്കണം, അതിനേത് അടവും അങ്ങ് കയറ്റി പയറ്റിയേക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദിനി പറഞ്ഞു കൊടുക്കുക. നോറ്റൊരു കുഞ്ഞിക്കാല് കാണാൻ പോവുകയാണ് അച്ഛാ, അവൻ്റെ മുന്നിൽ എന്നെ കുറ്റവാളി ആക്കരുതെന്നൊക്കെ അങ്ങ് തട്ടി വിട്ടേക്കണമെന്നൊക്കെ പറയുമ്പം കുഞ്ഞിക്കാലോ, അതിന് നീ എനിക്കെങ്ങും ഒന്നും ഉണ്ടായിട്ടൊന്നും അല്ല, പക്ഷേ അച്ഛൻ്റെ ഇമോഷണലിൽ പിടിക്കാൻ അങ്ങനെ വേണമെങ്കിൽ അങ്ങ് തട്ടി വിട്ടേക്കാനൊക്കെ പറയുക. എന്നിട്ട് എൻ്റെ പൊന്നും മനുഷ്യ 1-2 മാസം കൂടി കഴിയുമ്പോൾ അതങ്ങ് പോയെന്ന് പറഞ്ഞാൽ പോരെയെന്ന് ചോദിക്കുക. അപ്പോൾ എൻ്റെ പൊന്ന് ഈശ്വര, നീ ഇത്രയും കടുത്ത രീതിയിലൊക്കെ ചിന്തിക്കുന്നവളാണോ നന്ദിനി? ഒരുമാതിരി വർത്തമാനം എന്നോട് പറയല്ലേ, സ്വന്തം അനിയൻ 6-7 കൊല്ലം ജയിലിൽ കിടത്തി ജീവിതം നശിപ്പിച്ചവനാ നിങ്ങളെന്ന് നന്ദിനി വിനായകനോട് പറയണു. ഇല്ലാത്ത കുഞ്ഞ് പോയി എന്ന് പറയുന്നു, അതിലും വലിയ കടുപ്പമുള്ള കാര്യമൊന്നും അല്ല എന്നും നന്ദിനി വിനായകനോട് പറയണു. പിന്നെ ഈ വിഷയം പുറത്തു വരാതെ ഒതുക്കാൻ അച്ഛനെ കൊണ്ട് സമ്മതിപ്പിച്ചാൽ ആ വീട്ടിൽ കുറച്ചു കാലം കൂടി സ്വസ്ഥമായിട്ട് എങ്ങനെയെങ്കിലൊക്കെ കഴിഞ്ഞു പോകാം, അറിയാലോ. അല്ലെങ്കിലേ നിങ്ങളുടെ അമ്മയ്ക്ക് ഇളയ മോനോട് അവർക്കൊരു പക്ഷപാതം കൂടുതലുള്ള കൂട്ടത്തിലാണ്. ഇനി ഇതും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. സ്വന്തമായി വീട് വെച്ച് പോകാനൊന്നും ആയിട്ടില്ലല്ലോ നിങ്ങൾ. ഞാൻ പറയുന്നത് പോലെ ചെയ്യാൻ നോക്ക്, ചെല്ലാൻ പറഞ്ഞത് കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു വിടുക വിനായകനെ. ആ സമയത്ത് ഇവരെല്ലാവരും കൂടി അങ്ങ് പോയി. അവർ റൂമൊക്കെ എടുക്കുന്നു. അതുപോലെ ഇവർ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അതിനുശേഷം വിക്രം കാര്യങ്ങളെല്ലാം ഓരോന്ന് നോക്കിയും പറക്കിയൊക്കെ ഇങ്ങനെ നടക്കണം. നന്ദിനി അന്നേരം വണ്ടിയിലിരുന്ന് ഇങ്ങനെ ചൊറിയുവാണ്. അപ്പം നീ എന്നതാ നന്ദിനി കാണിച്ചു കൂട്ടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് ശ്രീജ നന്ദിനിയെ വഴക്ക് പറയുക. അന്നേരം വിക്രം പോയി എല്ലാം അന്വേഷിച്ചു. എന്നിട്ട് ഇങ്ങ് വന്നു. എല്ലാവരും ഇങ്ങനെ ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അതിനുശേഷം റൂമിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വിക്രം അമ്മയും ഒരു റൂമിൽ കിടന്നുള്ളൂ അല്ലേ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ നന്ദിനി. അപ്പോൾ അതെന്താ വിക്രവും വേദയും ഒരു മുറിയിൽ കിടന്നാൽ എന്താ പറ്റത്തില്ലേ എന്ന് ചോദിച്ചു. എനിക്കും നിനക്കും കൂടെ ഒരു മുറി മതി എന്ന് നന്ദിനിയോട് അമ്മ പറയുമ്പോൾ അയ്യോ അതല്ല വിക്രം മലയ്ക്ക് പോകുമല്ലേ അതുകൊണ്ട് പറഞ്ഞതാ എന്ന് നന്ദിനി പറയുമ്പം വിക്രത്തെ മാല ഇടിപ്പിക്കാമെങ്കിൽ വ്രതശുദ്ധിയോടെ 18-ാം പടി ചവിട്ടിക്കാനും എനിക്കറിയാം നന്ദിനിയുടെ വേദ അന്നേരം നന്ദിനിയോട് പറഞ്ഞു. അയ്യോ എങ്കിലത് മതി, ഞാൻ പോയി ബാഗ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് നന്ദിനി പോകുമ്പം ഒത്തില്ല എന്ന് ശ്രീജ വേദയോട് ചെവിയിൽ പറയാം. എന്ന് പറഞ്ഞ് നന്ദിനി ഇങ്ങനെ അവിടെ നിൽക്കുക. പിന്നെ അവരെല്ലാവരും ബാഗുമൊക്കെ ആയിട്ട് റൂമുകളൊക്കെ എടുത്തു. അവർക്കുള്ള റൂമുകളെല്ലാം കിട്ടി. ചാവിയെല്ലാം എടുത്ത് അവർ റൂമുകളൊക്കെ തുറന്ന് എല്ലാവരും അവരവരുടെ മുറികളിലൊക്കെ കയറി. അപ്പോൾ അങ്ങനെ എല്ലാവരും മുറിയിൽ കയറി കഴിഞ്ഞപ്പം നന്ദിനിയടുത്ത് വിനായകൻ ചേട്ടൻ്റെ ക്ലാസ് കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മളിങ്ങ് പോന്നപ്പോൾ ഒന്ന് വേദ വിക്രത്തോട് പറയുമ്പം ഞാനും കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്തോ പ്ലാൻ ഉണ്ടെന്നാണ് തോന്നുന്നത് എന്ന് വിക്രയത്തോട് വേദ പറയുമ്പോൾ എന്തെങ്കിലും ആവട്ടെ അച്ഛനൊന്നും സംഭവിച്ചില്ലല്ലോ അത് തന്നെ മഹാഭാഗ്യമല്ലേ എന്ന് വിക്രം വേദയോട് പറയുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്താ നമ്മുടെ പരിപാടി, വേദ റൂമിലിരിക്കുകയാണോ എന്ന് വേദ ചോദിക്കുമ്പം എന്താ അങ്ങനെ ഇരിക്കണ്ടേന്ന് ചോദിച്ചു. നമുക്കൊന്ന് പുറത്തു പോയാലോ, ഇവിടെ വരെ വന്നതല്ലേ എന്ന് വേദ വിക്രത്തോട് ചോദിക്കാം. പോകാം, എന്തായാലും വിശേഷണ ശ്രീചേർത്തി അപ്പുമോളെയും കൊണ്ട് പുറത്തു പോകുന്നുണ്ട്, നമുക്കപ്പോൾ ഒരുമിച്ച് അങ്ങ് ഇറങ്ങാമെന്ന് പറഞ്ഞു. അവർ ഫാമിലിയായിട്ട് ഒരുമിച്ച് പൊക്കോട്ടേന്നേ, നമുക്ക് 2 പേർക്ക് മാത്രമായിട്ട് പോയി വന്നാൽ പോരെ എന്നിങ്ങനെ ചോദിക്കുമ്പം നമ്മുടെ വിക്രം വേദ ഇങ്ങനെ ഒന്ന് നോക്കി. വൈകുന്നേരം അമ്പലത്തിൻ്റെ പരിസരവും മറ്റും നല്ല ഭംഗിയായിരിക്കും, അതാ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയുമ്പോൾ വിക്രം പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ 2 പേരും കൂടി പുറത്തേക്കൊക്കെ പോകാൻ സമ്മതിച്ചു. പിന്നെ 2 പേരും കൂടെ ത്രിസന്ധ്യ സമയമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്പലത്തിൻ്റെ ചുറ്റിനും ഇങ്ങനെ നടക്കുന്നു, ഒരു ചായയൊക്കെ കുടിക്കുന്നു. അങ്ങനെ സന്തോഷമായിട്ട് 2 പേരും കൂടി അവർക്ക് തന്നെയുള്ള ഒരു സമയം അവർ സ്പെൻഡ് ചെയ്യുവാണ്. ഈ സമയത്ത് 2 പേരും ഓട്ടോ വിളിച്ച് അടുത്ത സ്ഥലത്തേക്കൊക്കെ പോകും. ഭയങ്കര സന്തോഷം, വിക്രം വേദയിൽ കൂടുതൽ ഇഷ്ടപ്പെടുന്ന നിമിഷങ്ങൾ. അപ്പോൾ അങ്ങനെ നടന്ന് 2 പേരും ഓട്ടോയിലൊക്കെ കയറി അടുത്ത സ്ഥലത്ത് വന്നു. അങ്ങനെ നടന്ന് വന്ന് അച്ഛന് കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ് അല്ല വേദയെന്നൊക്കെ വിക്രം ഇങ്ങനെ വേദയോട് സംസാരിക്കും കേട്ടോ. അപ്പോൾ അതേന്ന് വിക്രവും വേദയും പറഞ്ഞു. ഞാനും ആദ്യം വല്ലാണ്ട് അങ്ങ് പേടിച്ചു പോയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അച്ഛൻ വല്ലാണ്ട് ഇമോഷണലായി പോയെന്നും അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എത്രയോ വർഷത്തെ മഞ്ഞല്ലേ ഉരുകിപ്പോയത്. സത്യം അറിയാതെ ഇത്രയും കാലം വിക്രത്തോട് പെരുമാറിയതോർത്ത അച്ഛൻ ശരിക്കും ശയനപ്രദക്ഷിണം ചെയ്തതെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഒരു തരത്തിൽ വിക്രത്തിൽ നിന്ന് ഒരുപാട് അകന്നു മാറി നടന്നതിന് ദൈവത്തോട് മാപ്പ് പറയുകയായിരുന്നു അച്ഛൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാലത്ത് അച്ഛൻ എന്നോട് സ്നേഹത്തിൽ പെരുമാറുമെന്നും ഇങ്ങനെ സംസാരിക്കുമെന്നും ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചതല്ല വേദ എന്ന് വിക്രം വേദയോട് പറയാം. അച്ഛൻ്റെ ഒരിക്കലും തിരുത്തപ്പെടാത്തൊരു ജീവിതമായി ഇതങ്ങ് അവസാനം വരെ പോകുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത് എന്ന് വിക്രം പറയുമ്പം അതിനെന്തായാലും ഞാൻ സമ്മതിക്കുമായിരുന്നില്ലല്ലോ വിക്രം എന്ന് വേദ പറയുക.
പിന്നെ പലപ്പോഴായി പല തവണ നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ അച്ഛനോട് സൂചിപ്പിച്ചിരുന്നു എന്നുള്ള കാര്യം വേദ വിക്രത്തോട് പറയുക. ഇനി അഥവാ നിങ്ങളും അച്ഛനും തമ്മിൽ ഇന്നുണ്ടായതുപോലെ ഒരു സംസാരം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും സംസാരിപ്പിക്കുമായിരുന്നു എന്നും വേദ പറയാം. സത്യം മറ്റൊന്നായിരിക്കെ വിക്രം എന്തിനാ ജീവിതം മുഴുവനും ഇത് അനുഭവിക്കുന്നത് എന്നും വേദ ചോദിക്കുമ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ വേദ? ചോദിച്ചോളാൻ പറഞ്ഞു. എന്തിനാ നീ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് വേദ വിക്രത്തോട് ചോദിക്കും കേട്ടോ. ഞാൻ നിന്നെ ഒരിക്കലും പരസ്യമായി അംഗീകരിച്ചിട്ടില്ലെന്നും സ്നേഹത്തോടെ നിന്നോടൊന്ന് പെരുമാറിയിട്ടുമില്ല. ഭാര്യയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു സ്വാതന്ത്ര്യം ഒന്നും ഞാൻ നിനക്ക് തന്നിട്ടില്ല. പിന്നെന്തിനാ നീ എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്ന് വിക്രം വേദയോട് ചോദിക്കുമ്പം നിങ്ങളീ പറഞ്ഞതെല്ലാം തെറ്റാണെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് എന്ന് വേദ വിക്രത്തോട് പറയുക. നിങ്ങൾ എന്നെ അംഗീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ എന്നോട് സ്നേഹം ഉണ്ടായിരുന്നില്ല എങ്കിൽ, ഇങ്ങനെയൊക്കെ പെരുമാറാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇതൊന്നും സംഭവമാകുമായിരുന്നില്ല. നിങ്ങളും ഞാനും ഇപ്പോഴും ഇങ്ങനെ ഒരുമിച്ച് ഒരു കൂരയ്ക്ക് കീഴിൽ ഉണ്ടാകുമായിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ വേദ പറയുമ്പോൾ സംസാരിച്ച് നേടാനുള്ളത് എൻ്റെ ഈ നാവിൻ്റെ കഴിവ് അതില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ പണ്ടേ നമ്മുടെ ബന്ധം അത് അവസാനിച്ചേനേന്ന് പറഞ്ഞു വിക്രം. അങ്ങനെയെങ്കിലും ബന്ധം ഉണ്ടെന്ന് സമ്മതിച്ചല്ലോ അല്ലേ എന്ന് വേദ അന്നേരം വിക്രത്തോട് ചോദിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ പക്ഷെ നമ്മൾ തമ്മിലുള്ള ഇരുപ്പുവശം ശരിയാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഒരുപാട് മാറാനുണ്ട്. മാറിക്കോളും, ഇത്രത്തോളമൊക്കെ ആയില്ലേ എന്ന് വേദ വിക്രത്തോട് പറയണു. അങ്ങനെ രണ്ടുപേരും കൂടി ശ്രീകാര്യം ശ്രീനിവാസൻ്റെ കാര്യവും കൂടി എടുത്ത് അങ്ങിട്ടു. അപ്പോൾ അതാണോ നീ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ നമുക്ക് വഴിയെ നോക്കാമെന്ന് പറഞ്ഞു വേദ. പിന്നെ അച്ഛന് എന്തെങ്കിലും സംശയം ഉണ്ടായി കാണുമോ എന്നിങ്ങനെ വിക്രം ചോദിക്കുമ്പോൾ സുധാകരൻ മാഷേ അത്രയ്ക്ക് മണ്ടനൊന്നും അല്ല വിക്രം എന്ന് പറഞ്ഞു കേട്ടോ. വിനായകൻ ചേട്ടൻ അത് സമ്മതിക്കുമോ എന്നുള്ളതാണെന്ന് പറയുമ്പം അതിനെക്കുറിച്ച് വിക്രം ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു, അത് മതിയെന്ന് വേദ വിക്രത്തോട് പറയൂ കേട്ടോ. അപ്പോൾ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അങ്ങ് പോയി. ഈ സമയത്ത് പിന്നെ അതും കഴിഞ്ഞിട്ട് വിക്രം കഞ്ഞിയായിട്ട് ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ വിനായകൻ അവിടെ പുറത്തിരിക്കുക. എടാ വിക്രം എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു. വിനായകൻ അങ്ങ് ചെന്നു. കഞ്ഞിയല്ലേടാന്ന് ചോദിച്ചു. ഞാൻ കൊടുത്തോളാം എന്ന് പറയുമ്പം എന്തായാലും ഞാനിവിടെ വരെ വന്നതല്ലേ, അച്ഛനൊന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉറങ്ങുവാടാ, അപ്പം വിളിക്കാൻ നിൽക്കണ്ട എന്ന് വിനായകൻ. കുറച്ച് കഴിഞ്ഞ് ഉണരുമ്പോൾ ഞാൻ തന്നെ കൊടുത്തോളാവെന്നും പറഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് നാളെ വരാട്ടോ എന്നും പറഞ്ഞു. വിക്രം അങ്ങ് പോവുക. വിക്രം പോകുന്നു. ഈ സമയത്ത് വിനായകൻ അകത്തേക്ക് കയറി ചെന്നു. അച്ഛൻ ഉറങ്ങുമായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ ഉറങ്ങുമായിരുന്നില്ലല്ലോ, കണ്ണടച്ച് കിടക്കുന്നത് കണ്ടപ്പം ഞാൻ കരുതി ഉറങ്ങിയതായിരിക്കും എന്ന് വിനായകൻ പറയാം അച്ഛനോട്. അപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു എന്ന് അച്ഛൻ പറയുമ്പം എന്താണെന്ന് വിനായകൻ ചോദിച്ചു. അപ്പോൾ വിനായകൻ ചോദിക്കുമ്പോൾ അച്ഛൻ്റെ ഭാവമൊക്കെ മാറിയിട്ടുണ്ട്. അച്ഛൻ്റെ സ്വരത്തിലൊക്കെ ഒരു മാറ്റമുണ്ട്. ഇത്രയും വർഷക്കാലത്തെ എൻ്റെ ജീവിതമാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ വിനായകൻ പേടിയോടുകൂടി അച്ഛൻ്റെ മുന്നിൽ ഇങ്ങനെ വന്നിരിക്കുക. എന്താ എല്ലാവരും കൂടി ചേർന്ന് വിക്രത്തെക്കുറിച്ച് ഉണ്ടാക്കി വെച്ച ഒരു ഇമേജ് ഉണ്ടെന്നും അത് തന്നെയാണ് ഞാനും വിശ്വസിച്ചതെന്നും അച്ഛൻ വിനായകനോട് പറയും കേട്ടോ. വിനായകൻ ഇങ്ങനെ ഓട്ടക്കണ്ണിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുക പേടിച്ചിട്ട്. ഒരു കാലത്തും അവനത് തിരുത്താനായിട്ട് നിന്നില്ല എന്നും തിരുത്താൻ വേണ്ടി അവൻ ഏറ്റെടുത്ത കുറ്റം അത് സത്യത്തിൽ അവൻ തന്നെയാണ് ചെയ്തതെന്ന് ഞാൻ അന്വേഷിച്ചിരുന്നതുമില്ല എന്നും അച്ഛൻ ഇങ്ങനെ വിനായകനോട് പറയാം. അതാദ്യം ചോദിച്ചത് വേദയാണെന്നുള്ള കാര്യവും അച്ഛൻ ഇങ്ങനെ വിനായകനോട് പറഞ്ഞു. വിക്രം തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ളത് അത് അവളുടെ ഒരു ഉറപ്പായിരുന്നു എന്നും അച്ഛൻ പറഞ്ഞു. അവൻ്റെ അച്ഛനായിട്ട് പോലും അങ്ങനെ ഒരു ഉറപ്പ് എനിക്കുണ്ടായില്ല എന്നൊക്കെ മാഷ് ഇങ്ങനെ പറയപ്പോഴത്തേക്കും വിനായകന് പേടിയായി തുടങ്ങി. ഇന്ന് അമ്പലത്തിൽ വെച്ച് അവനോട് ചോദിക്കാൻ തോന്നിയത് എന്തുകൊണ്ട് മുമ്പ് ചോദിക്കാൻ തോന്നിയില്ല എന്നുള്ളൊരു കുറ്റബോധമാണ് ഇപ്പം എനിക്കെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ഞാനല്ലേ ശരിക്കും തെറ്റുകാരൻ, അവനേക്കാളും വലിയ തെറ്റുകാരി എന്നൊക്കെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു. അച്ഛൻ ചോദിച്ചപ്പോൾ അവൻ എന്താ പറഞ്ഞത് എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്കും വിനായകരുടെ നേരെ അച്ഛൻ ഇങ്ങനെ നോക്കുക. അവൻ ചെയ്തില്ല എന്ന് മാത്രമല്ല വിനായക, അവൻ പറഞ്ഞത് ആരാണത് ചെയ്തതെന്ന് അവനോട് ചോദിക്കരുത്, അവനത് പറയില്ല എന്നുകൂടിയാണ് എന്നിങ്ങനെ അച്ഛൻ പറയുമ്പോഴത്തേക്കും വിനായകൻ്റെ കൈയും കാലം പറിക്കാൻ തുടങ്ങി. പക്ഷേ അതുകൊണ്ട് എനിക്ക് തൃപ്തിപ്പെടാൻ പറ്റത്തില്ലല്ലോ എന്ന് അച്ഛൻ ഇങ്ങനെ വിനായകനോട് പറഞ്ഞു. അപ്പോൾ വിനായകന് പേടിയായി തുടങ്ങി. അന്നത്തെ ദിവസം പുറത്തുനിന്ന് ആരും നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടില്ല എന്ന് അച്ഛൻ വിനായകനോട് പറയാം. കോളേജിൽ ഒരാളും അങ്ങനെ ഒരു പാക്കറ്റ് എൻ്റെ ബാഗിൽ കൊണ്ടുവന്ന് വെക്കുകയും ഇല്ല എന്നും പറഞ്ഞു. ഇത്രയും കാലം അത് വിക്രമാണെന്ന് കരുതി ഞാൻ ജീവിച്ചു എന്ന് അച്ഛൻ വിനായകനോട് പറയാം. വിനായകനെ പൊക്കി അച്ഛൻ. അവനത് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പായ സ്ഥിതിക്ക് അതാര് ചെയ്തു എന്ന് എനിക്ക് കണ്ടെത്തണമെന്ന് പറയാം. അതാരാണെന്ന് മാത്രമേ എനിക്കിനി അറിയേണ്ടൂ എന്നും അച്ഛൻ വിനായകനോട് പറയുമ്പോൾ വിനായകൻ ഇങ്ങനെ കയ്യും കാലും വരച്ചിരിക്കാം. പുറത്തുനിന്ന് ആരും വരാത്ത സ്ഥിതിക്ക് വീട്ടിലുള്ള ആൾ തന്നെയാണത് ചെയ്തിരിക്കുന്നത് എന്നും അച്ഛൻ പറയാം. അത് നീയല്ല എന്ന് എന്നോട് സത്യം ചെയ്തു പറയാൻ നിനക്ക് ഇപ്പോഴും അവസരം ഉണ്ട് എന്ന് അച്ഛൻ വിനായകനോട് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ഇരിക്കുമോ വിനായകൻ പേടിച്ച് വിറച്ച് കയ്യും കാലും പറിച്ച്.
പക്ഷെ നിനക്ക് അങ്ങനെ പറയാൻ പറ്റുമോ വിനായക എന്ന് അച്ഛൻ വിനായകനോട് ചോദിച്ചു. വിനായകൻ അന്നേരവും പേടിച്ച് വിറച്ച് ഇങ്ങനെ അച്ഛനെ ദയനീയമായി നോക്കിയിരിക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. വിനായകൻ പറയേണ്ടി വരും. ഇനി വിനായകൻ അത് പറയുമോ, ഇനി അച്ഛനെ വല്ലതും ചെയ്യുമോ എന്നൊക്കെ ഉള്ളത് നാളത്തെ എപ്പിസോഡിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. ടാറ്റാ.